തലച്ചോറല്ല നമ്മുടെ ബോധം. അല്ല, തലച്ചോറിലല്ല ബോധം, ബോധത്തിലാണ് തലച്ചോറ്. യഥാർത്ഥത്തിൽ ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും ഇല്ലാതാകുമ്പോൾ സന്തുലിതാവസ്ഥ വരും, ബ്രെയിൻ ട്രാൻസെൻഡൻസ് സംഭവിക്കും. അതാണ് യഥാർത്ഥ മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സംഗതിയല്ല. അതിലേക്ക് എത്താനായിട്ട് ഒരുപാട്, അതിലൊന്നാണ് ഈ ബ്രെത്ത് ഒബ്സർവേഷൻ അല്ലെങ്കിൽ പ്രാണായാമം എന്നൊക്കെ പറയുന്നത്. അത് ഇൻഡ്യൂഷൻസ് ആണോ ഈ സിദ്ധികൾ എന്ന് പറയുന്നത്? പലതരത്തിലുള്ള സിദ്ധികളുണ്ട്. അതിൽ ഒരു പാർട്ടാണ് ഇൻഡ്യൂഷൻ. അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. സിദ്ധികൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുകയോ അതിൽ ഭ്രമിക്കുകയോ ചെയ്താൽ നമ്മൾ ആ ശരിയായിട്ടുള്ള സ്പിരിച്വൽ പാത്തിൽ നിന്ന് വീണുപോവുകയാണ്. ഉദയഗിരി കോട്ടയിൽ എത്തിയ ഉടനെ അന്നമ്മ പറഞ്ഞു സൈന്യം ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കാൻ, അതിനു മുമ്പ് അങ്ങോട്ട് ആക്രമിക്കണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചാണ് മാർത്താണ്ഡവർമ്മയെ കൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചത് എന്ന് ചരിത്രകാരന്മാർ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഇത് അന്നമ്മ എങ്ങനെ അറിഞ്ഞു? അന്നമ്മ ഇപ്പോൾ കാണുകയാണ്. ഈ കാണുന്ന സൈക്കിക്സിന് അറിയാം ഇത് ഞാനിപ്പോൾ ഗോസ്റ്റിനെ കാണുകയല്ല, നേരെ മറിച്ച് പണ്ട് നടന്ന ഒരു കാഴ്ച ഞാനിപ്പോൾ കാണുകയാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാം. അവർക്ക് ടൈം സ്ലിപ്പ് എന്നുള്ള ടെക്നിക്കൽ ടേമൊന്നും അറിയാൻ വയ്യെങ്കിലും. ഇന്നലെ എൻ്റെ ഒരു സൈക്കിക് ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു ഇന്ത്യയുടെ യുദ്ധവിമാനം ആകാശത്ത് പൊട്ടി തകരുന്നത് ഞാൻ കണ്ടു. ഇന്ത്യയുടെ യുദ്ധവിമാനം? അതെ. അതൊരു യുദ്ധത്തിൻ്റെ സൂചനയായിരിക്കും. എല്ലാ കഥകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഇവർ ഈ മൂർത്തിയെ മുഴുവൻ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അടിച്ചമർത്തുന്നു. അവസാനം ഈ മൂർത്തി ഇവരെ വിഴുങ്ങുന്നു. ഇതാണ് നമ്മൾ പലപ്പോഴും കേട്ടുള്ള കഥകൾ. അല്ലെങ്കിൽ ഇവരുടെ ജീവിതം അവസാനിക്കുന്നു. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? ആദ്യത്തെ ചോദ്യം, യഥാർത്ഥത്തിൽ ഇവർ എക്സ്റ്റേണലായിട്ട് ഒരു മൂർത്തിയെ ഇങ്ങനെ അവരുടെ കൺട്രോളിലാക്കി കൊണ്ടു നടക്കുന്നുണ്ടോ? ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ദീർഘകാലം പരിചയമുള്ളവരും ഉണ്ട്. അപ്പോൾ അവർക്ക് ചില സിദ്ധികളൊക്കെ ഉണ്ടെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ മൂർത്തി എന്ന് പറയുന്നത് ശരിക്കും എക്സ്റ്റേണലാണോ അവരുടെ മൈൻഡിൻ്റെ ഒരു ക്രിയേഷനാണോ എന്ന് എനിക്ക് ഇതുവരെ തീർച്ചയില്ല. എൻ്റെ കൂടുതലും ഉള്ള സംശയം ഇതിവരുടെ തന്നെ മൈൻഡിൻ്റെ ഒരു ക്രിയേഷനാണെന്നുള്ളതാണ്. അവരതിനെ കാണുന്നുണ്ട്, അതിനെ അവരുടെ കൺട്രോളിലാക്കി കൊണ്ടു നടക്കുന്നുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. സാറിൻ്റെ ഇത്രയും വർഷത്തെ അനുഭവം വെച്ച് യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ടോ? അതിപ്പോൾ ഈ ആധുനിക ശാസ്ത്രത്തിൽ, പാരാസൈക്കോളജി മാത്രമല്ല, ഈവൻ ഫിസിക്സിൽ പോലും ഇപ്പോൾ ഒരുപാട് ടോപ്പ് ഫിസിസിസ്റ്റ് പറയുന്നുണ്ട് അടിസ്ഥാനപരമായ വാസ്തവികത ബോധമാണ്, കോൺഷ്യസ്നെസ്. ബോധത്തിലാണ് എല്ലാം നിലകൊള്ളുന്നത്. അതായത് നമ്മുടെ ഒരു തോന്നൽ, നമ്മൾ ഇന്ദ്രിയങ്ങൾ വഴി കാണുന്ന ഈ വസ്തു ആണ് റിയാലിറ്റി. നമ്മൾ സ്പേസിനെയും ടൈമിനെയും പോലും അറിയുന്നില്ല, നമ്മൾ മാറ്ററാണ് കാണുന്നത്. അപ്പോൾ ഈ മാറ്ററാണ് വാസ്തവമെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല, ബോധത്തിലാണ് ഈ മാറ്ററും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. സ്പേസും ടൈമും പോലും ഈ കോൺഷ്യസ്നെസ്സിലാണ് നിലകൊള്ളുന്നത്. ആ കോൺഷ്യസ്നെസ്സിനെ നമുക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, സങ്കല്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ വ്യക്തിഗതമാക്കി ദൈവം എന്ന് പേര് കൊടുക്കും. അപ്പോൾ യഥാർത്ഥത്തിലുള്ളത് ടൈമിനും സ്പേസിനും അപ്പുറത്തുള്ള കോൺഷ്യസ്നെസ്, അതാണ് റൂട്ട് റിയാലിറ്റി എന്ന് ഇന്നിപ്പോൾ ഫിസിക്സുകാർ പോലും പറയുന്നു. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ട്, സാറിനുണ്ട്, നമുക്ക് ചുറ്റും ഇരിക്കുന്ന ആളുകൾക്കെല്ലാം ഉണ്ട്. അപ്പം ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഈ കോൺഷ്യസ്നെസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന് അത്തരത്തിലുള്ളൊരു ബുദ്ധി ഉണ്ടാകില്ലേ? അതെ അതെ, അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ ബോധം എന്ന വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ബോധം എന്ന് ഞാൻ പറയുന്നത് എൻ്റെ തലച്ചോറ് അതിൻ്റെ അറൗസൽ കൊണ്ട് ഉണ്ടാകുന്ന ബോധമാണ്. അതെല്ലാം നമ്മളിവിടെ പ്രപഞ്ചബോധം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അവിടെ എൻ്റെ ബോധം നിങ്ങളുടെ ബോധം എന്ന് രണ്ടില്ല, ഒറ്റ ബോധമേ ഉള്ളൂ. അത് ബോധത്തിന് പ്ലൂറലില്ല, ഒരു ഭാഷയിലുമില്ല. നമ്മൾ മനസ്സുകളെന്ന് പറയാറുണ്ട്, പക്ഷെ ബോധങ്ങളെന്ന് പറയാറില്ല. അപ്പം നമുക്ക് തന്നെയും ഉള്ളിലറിയാം ബോധമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ പ്ലൂറൽ ഇല്ലാത്തത്. അപ്പോൾ ആ ഒരു ബോധം നമ്മളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളുടെ വ്യക്തിഗതമായ ബോധം ഉണ്ടാകുന്നത്. അത് തലച്ചോറ് സൃഷ്ടിക്കുന്നതാണെന്നുള്ളത് നമ്മുടെ ഇല്യൂഷനാണ്. തലച്ചോറിൽ കൂടെ അത് പ്രവർത്തിക്കുന്നതന്നേ ഉള്ളൂ.
നമ്മുടെ തലച്ചോറിന് എന്തെങ്കിലും കേടുപറ്റിയാൽ അത് ആ ബോധം തലച്ചോറ് കൂടെ പ്രവർത്തിക്കില്ല എന്നേ ഉള്ളൂ. ബോധം അവിടെ തന്നെ ഉണ്ട്. അപ്പം തലച്ചോറല്ല നമ്മുടെ ബോധം? അല്ല, തലച്ചോറിലല്ല ബോധം, ബോധത്തിലാണ് തലച്ചോറ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മുടെ തലയ്ക്കകത്ത്, തലച്ചോറിനകത്ത് അത് അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, അതാണ് ആ ഒരു ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഈ തലച്ചോറിൽ കൂടെ ബോധം പ്രവർത്തിക്കുമ്പോഴാണ് മനസ്സുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ തലയ്ക്കൊരു അടി കെട്ടിയാൽ നമ്മുടെ ബോധം പോകും. പക്ഷേ ബോധം പോവുക എന്ന് പറഞ്ഞാൽ ബോധം അവിടെ ഉണ്ട്, അത് തലച്ചോറിൽ കൂടെ പ്രവർത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബോധം നമ്മുടെ സിസ്റ്റത്തിൽ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് മനസ്സായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മനസ്സുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം എപ്പോഴും ലിമിറ്റഡാണ്. അതുകൊണ്ട് മനസ്സെപ്പോഴും ലിമിറ്റഡാണ്. നമ്മുടെ തലച്ചോറ് അനുവദിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. നമ്മുടെ മനസ്സ് നമ്മുടെ തലച്ചോറനുസരിച്ച് ആണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും പ്രവർത്തിക്കുന്നതല്ല. നമുക്ക് ഈ ലിമിറ്റേഷന് വെളിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അത് ബ്രെയിനിനെ ട്രാൻസെൻഡ് ചെയ്യണം. അതെങ്ങനെയാണ്? അതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മെഡിറ്റേഷൻ വഴി നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ട്രാൻസെൻഡ് ചെയ്യാം. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് കുറേ നേരം ഇരിക്കുന്നതാണോ യഥാർത്ഥ മെഡിറ്റേഷൻ? അതതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. ആദ്യം വെറുതെ ഇരിക്കുക. അപ്പം നമ്മുടെ ശരീരം അനങ്ങാതിരിക്കുന്നതേ ഉള്ളൂ, മനസ്സെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെയാണ് നമ്മൾ മനസ്സിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ശരീരം മാത്രമേ വെറുതെ ഇരിക്കുന്നുള്ളൂ, മനസ്സ് പ്രവർത്തിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. അങ്ങനെ കാലക്രമേണ മനസ്സും അടങ്ങി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ബ്രെയിനിനെ ട്രാൻസെൻഡ് ചെയ്തു. അതായത് ബ്രെയിനിൽ 2 തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇൻഹിബിറ്ററി ആക്ടിവിറ്റീസ് ഉണ്ട്, എക്സൈറ്റേറ്ററി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് രണ്ടും ഇല്ലാതാവുമ്പോൾ സന്തുലിതാവസ്ഥ വരും. ആ സന്തുലിതാവസ്ഥ പൂർണ്ണമാകുമ്പോൾ ആണ് ബ്രെയിൻ ട്രാൻസെൻഡൻസ് സംഭവിക്കുന്നത്. അതാണ് യഥാർത്ഥ മെഡിറ്റേഷൻ. ചില ആളുകൾ പറയും വെറുതെ ഇരിക്കുന്നത് മാത്രമല്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, അതിനപ്പുറത്തേക്ക് നമ്മുടെ ശ്വാസം അല്ലെങ്കിൽ ശ്വാസഗതിയെ കൃത്യമാക്കുന്നതാണ്. ചിലരൊക്കെ മൂക്കിൽ കൂടെ എക്സ്ട്രാ ആയിട്ട് ശ്വാസം ഇത്തരത്തിൽ എടുത്തുവിടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ പ്രാണായാമം പോലെ ഒരു മൂക്കിലൂടെ കൊണ്ടുവന്ന് അവിടെ കുംഭത്തിൽ നിറച്ചു വെച്ച് പിന്നീട് അടുത്ത മൂക്കിലൂടെ പുറത്തു വിടുന്ന രീതികളൊക്കെ, അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഈ മെഡിറ്റേഷന്. ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ പോയാൽ മാത്രമേ നമ്മൾ ആ ഒരു ബോധതലത്തിലേക്ക് എത്തൂ എന്ന് പറയുന്നത് ശരിയാണോ? ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സംഗതിയല്ല. അതിലേക്ക് എത്താനായിട്ട് ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട്. അതിലൊന്നാണ് ഈ ബ്രെത്ത് ഒബ്സർവേഷൻ അല്ലെങ്കിൽ പ്രാണായാമം എന്നൊക്കെ പറയുന്നത്. അതൊരു കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള എക്സസൈസ് മാത്രമാണ്. അത് ബാക്കിയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലും ഈ ശ്വാസോച്ഛ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് ചില പ്രത്യേക അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം നമ്മുടെ മനസ്സും നമ്മുടെ ശ്വാസഗതിയും തമ്മിലൊരു ബന്ധമുണ്ട്. മനസ്സ് ശാന്തമാകുമ്പോൾ ശ്വാസം ഡീപ്പും സ്ലോയുമാകും. അപ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഒരു എളുപ്പ വഴി ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. ഇതൊരു പ്രിലിമിനറി എക്സസൈസാണ്. അതിൻ്റെ ഉദ്ദേശം മനസ്സിനെ കൺട്രോൾ ചെയ്യുക, മനസ്സിനെ പറ്റി അവെയർ ആകുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അൾട്ടിമേറ്റായിട്ട് മനസ്സിനെ പറ്റിയുള്ള അവെയർനെസ് കൊണ്ടാണ് മനസ്സ് ശാന്തമാണ്. ഇതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന ആളുകൾ എന്തുകൊണ്ടായിരിക്കും ഈ പ്രവചനങ്ങൾ നടത്തുന്നത്? അത് യഥാർത്ഥത്തിലുള്ള പാത്തിൽ പ്രവചനമൊന്നുമില്ല. വേണമെങ്കിൽ അവർക്ക് ഈ സമയത്ത് മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ സിദ്ധികൾ അവർക്ക് വേണമെങ്കിൽ സ്വായത്തമാക്കാം. അത് ഇൻഡ്യൂഷൻസ് ആണോ ഈ സിദ്ധികൾ എന്ന് പറയുന്നത്? അത് പലതരത്തിലുള്ള സിദ്ധികളുണ്ട്. അതിൽ ഒരു പാർട്ടാണ് ഇൻഡ്യൂഷൻ. ഈ സിദ്ധികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഈ സിദ്ധികൾ നമുക്ക് ഉപയോഗപ്രദമാകുന്നത്? അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. സിദ്ധികൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുകയോ അതിൽ ഭ്രമിക്കുകയോ ചെയ്താൽ നമ്മൾ ആ ശരിയായിട്ടുള്ള സ്പിരിച്വൽ പാത്തിൽ നിന്ന് വീണുപോവുകയാണ്. അതുകൊണ്ട് സിദ്ധികൾ വന്നാൽ പോലും അത് അങ്ങോട്ട് ശ്രദ്ധിക്കരുതെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങക്ക് ഇത്തരത്തിലുള്ള സിദ്ധികൾ എപ്പോഴെങ്കിലും? ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ അങ്ങ് ഇത്തരത്തിലുള്ള സിദ്ധികൾ ലഭിച്ച ആളുകളെ കൂടെ കൊണ്ടു നടക്കാറുണ്ടോ?
അല്ലെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്താറുണ്ട് ഇത്തരത്തിലുള്ള പാരാനോർമൽ ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ? ഈ സൈക്കിക് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഫ്രണ്ട്സായിട്ടുണ്ട്. അവരിൽ ചിലർക്ക് ഇത് ബൈ നേച്ചർ ഉള്ളതാണ്, ചിലർ ചില മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്കിത് എത്രമാത്രം ജന്മന ഉള്ളതാണ്, എത്രമാത്രം ഈ ധ്യാനം വഴിയൊക്കെ കിട്ടിയതാണെന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ്. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് അവരെ കൊണ്ട് സാറ് അവരെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ? ഇങ്ങനെ ഉള്ള എൻ്റെ റിസർച്ചിൽ കൂടെ വരാൻ താല്പര്യമുള്ള സിദ്ധന്മാർ അല്ലെങ്കിൽ സൈക്കിക്സ് കുറവാണ്. പലരും ഇങ്ങനെയുള്ളതിലൊന്നും വരാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കൊണ്ടുപോയാൽ നമ്മൾക്ക് സാധാരണഗതിയിൽ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ വഴി അറിയാൻ പറ്റും. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു പ്രേതമുണ്ട് അല്ലെങ്കിൽ ഒരാൾ പ്രേതത്തെ കണ്ടു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇത്തരത്തിലുള്ള സൈക്കിക്കുമായിട്ട് പോകുമ്പോൾ ഇവര് ആ പ്രേതത്തോട് സംസാരിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കുമോ സാറിനോട് സംസാരിക്കുന്നത്? പ്രേതം എന്നുള്ള വാക്ക് നമ്മൾ സാറിന് ഉപയോഗിക്കാറില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം അന്നമ്മ എന്നൊരു സൈക്കിക്ക് ഉണ്ടായിരുന്നു, അവരിപ്പോഴും ഉണ്ട്. ഇപ്പോൾ അവരിവിടെ അല്ല, കോഴിക്കോടാണ്. ഈ അന്നമ്മയും ഞാനും കൂടെ ഒരു ചാനലുകാരുടെ 100 പ്ലേസസ് ഇൻ കേരള എന്നൊരു TV സീരിയലിൽ പങ്കെടുത്തു. അപ്പോൾ ഈ അന്നമ്മ സിംഗപ്പൂരിൽ ജനിച്ച് വളർന്ന ആളാണ്. ഇവിടുത്തെ കാര്യങ്ങളോ ചരിത്രമോ ഒന്നും അറിയാൻ വയ്യ. അവർക്ക് മലയാളം പോലും നന്നായിട്ട് പറയാൻ അറിയാൻ വയ്യ. അപ്പോൾ ഈ നമ്മൾ ഈ 100 പ്ലേസ് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഷൂട്ടിന് പെർമിഷൻ പോയപ്പോൾ ആരും തരത്തില്ല. ഇങ്ങനെ ഒരു ഷൂട്ടിൽ നമ്മുടെ ബിൽഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും വാടകയ്ക്ക് എടുക്കത്തില്ല, നമുക്കും ചീത്തപ്പേരാകും എന്നൊക്കെ പറഞ്ഞു. അവസാനം ഹിസ്റ്റോറിക്കൽ പ്ലേസസ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ ഷൂട്ട് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഉദയഗിരി കോട്ട ഒരു ലൊക്കേഷനായിരുന്നു. ഉദയഗിരി കോട്ടയിൽ എത്തിയ ഉടനെ അന്നമ്മ പറഞ്ഞു, കുതിരപ്പുറത്ത് കുറേ സായിപ്പന്മാർ പോകുന്നത് കണ്ടു. അപ്പം നമ്മൾ വിചാരിച്ച് എങ്ങനെ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം, ഡിലനായി. പിന്നെ സായിപ്പന്മാരെ എങ്ങനെ കാണുന്നു? പിന്നെ അടുത്തതായിട്ട് അന്നമ്മ പറഞ്ഞു, ഈ സായിപ്പന്മാരാണ് രാജാവിനെ കൊണ്ട് യുദ്ധമൊക്കെ ജയിച്ചത്. ഈ രാജാവിന് വാസ്തവത്തിൽ യുദ്ധമൊന്നും ചെയ്ത് വെട്ടിപ്പിടിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഡിലനായി അവിടെ ഉണ്ടായിരുന്നത്, ഉദയഗിരി കോട്ടയിൽ. അപ്പോൾ നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങൽ തൊട്ട് ചേർത്തല വരെയുള്ള രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചു. അപ്പോൾ ഇതിപ്പോൾ സായിപ്പന്മാർ പറഞ്ഞിട്ടാണ് മാർത്താണ്ഡവർമ്മ ഇതൊക്കെ ചെയ്തതെന്ന് അന്നമ്മ പറഞ്ഞു. അപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ചില ചരിത്രകാരന്മാരുമായിട്ട് പരിചയപ്പെടാനിടയായി. അപ്പോൾ അവർ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഡിലനായി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സായിപ്പന്മാരും കൂടെ ഈ ഡച്ച് പാളയത്തിൽ നിന്ന് ഓടി വന്ന് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൽ ചേർന്നു. അപ്പോൾ ഡച്ചുകാർ ഇവരെ പിടിച്ച് കൊല്ലുമെന്നുള്ള ഭയത്തിൽ ഡച്ച് ആർമി ഇങ്ങനെ ആർമിയിൽ നിന്ന് ഓടിപ്പോയവരെ പിടിച്ച് കൊല്ലുമെന്നുള്ളത് അവരുടെ ഒരു താരിപ്പാണ്. അപ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ രാജാവിനെ കൊണ്ട് കുളച്ചൽ യുദ്ധം നടത്തിയത്. പിന്നെ ആറ്റിങ്ങലിലുമൊക്കെ ഉള്ള ഡച്ച് സൈന്യം ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കാൻ അതിനു മുമ്പ് അങ്ങോട്ട് ആക്രമിക്കണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചാണ് മാർത്താണ്ഡവർമ്മയെ കൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചത് എന്ന് ചരിത്രകാരന്മാർ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഇത് അന്നമ്മ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ അന്നമ്മ യഥാർത്ഥത്തിൽ ഡിലനായിയുടെയും കൂടെ വന്ന സായിപ്പന്മാരുടെയും പ്രേതത്തെയാണോ കണ്ടത്? അത് കുതിരയുടെ പ്രേതത്തിൽ കയറി ഇവർ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് അതൊരു ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. പണ്ട് ഏതോ ഒരു കാലത്ത് കുതിരപ്പുറത്ത് അതുവഴി ഇവർ പോയി കാണും, ഉദയഗിരി കോട്ടയ്ക്കകത്തൂടെ. അത് അന്നമ്മ ഇപ്പോൾ കാണുകയാണ്. അപ്പോൾ ഈ കാണുന്ന സൈക്കിക്സിന് അറിയാം, ഇത് ഞാനിപ്പോൾ ഗോസ്റ്റിനെ കാണുകയല്ല, നേരെ മറിച്ച് പണ്ട് നടന്ന ഒരു കാഴ്ച ഞാനിപ്പോൾ കാണുകയാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാം. അവർക്ക് ടൈം സ്ലിപ്പ് എന്നുള്ള ടെക്നിക്കൽ ടേമൊന്നും അറിയാൻ വയ്യെങ്കിലും അവരിതിനെ കണ്ടിട്ട് പേടിക്കാറില്ല.
അപ്പോൾ ഇതാണ് സൈക്കിക്സ് എന്ന് പറഞ്ഞത്. അല്ലാതെ ഇത് അങ്ങ് പറഞ്ഞതുപോലെ ആ മെമ്മറിയുമായിട്ട് കണക്ട് ആകുന്നതാണ്, അതായത് അന്നത്തെ കാലത്തെ ഉണ്ടായിരുന്ന ആ കുതിരയുടെ മെമ്മറിയുമായിട്ട്? അല്ല. ഇത് ഇപ്പം താങ്കളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ താങ്കൾ സൈക്കിക് ആണെങ്കിൽ താങ്കളുടെ ബോധത്തിൻ്റെ ഫ്രിഞ്ചിൽ ഇവിടെ പണ്ട് നടന്ന കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ താങ്കൾ ഇവിടെ ചിലപ്പോൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ഈ ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന ചില സംഭവങ്ങൾ താങ്കളുടെ മനസ്സിൽ വന്നെന്ന് വരാം. അല്ലെങ്കിൽ ഇനി 200 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന സംഗതികൾ താങ്കളിപ്പോൾ കണ്ടെന്ന് വരാം. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇനി അടുത്ത വരാൻ പോകുന്നതാണോ അല്ലെങ്കിൽ വന്നതാണോ എന്ന്? അത് കൂടിയ സൈക്കിക്സിനെ തിരിച്ചറിയാം. ഇന്നലെ എൻ്റെ ഒരു സൈക്കിക് ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ അങ്ങോട്ടോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും മുൻകൂട്ടി അറിഞ്ഞ എന്നെ നേരത്തെ വിളിച്ച് പറയണം, ഇത് നടന്നു കഴിഞ്ഞിട്ട് പറയുന്നതിനേക്കാൾ ഞാൻ മുമ്പേ പറയണം. ഇന്നലെ ഒരു സൈക്കിക് എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു ഇന്ത്യയുടെ യുദ്ധവിമാനം ആകാശത്ത് പൊട്ടി തകരുന്നത് ഞാൻ കണ്ടു. ഇന്ത്യയുടെ യുദ്ധവിമാനം? അതെ. അത് എനിക്ക് സാറിനോട് പറയണമെന്ന് തോന്നി. നേരത്തെ പറയണമെന്ന് സാർ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് അത് ഇന്നലെ വിളിച്ച് പറഞ്ഞു തന്നെ. അതൊരു യുദ്ധത്തിൻ്റെ സൂചനയായിരിക്കുമോ? എനിക്കറിഞ്ഞൂടാ. അപ്പം ഞാനതിൽ ഇത് ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം ആകാശത്ത് വെച്ച് പൊട്ടിത്തകരുന്നതായിട്ട് ഇയാളൊരു സ്വപ്നം റിപ്പോർട്ട് ചെയ്തു. ഇത് നാളെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിനു മുമ്പിട്ട് ഇവരോട് പറയാൻ കഴിയുമോ? ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള പ്രീകോഗ്നിറ്റീവ് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റത്തില്ല. മാറ്റാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് നടക്കുന്നത്. ഇപ്പൊ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞ വിമാനം തകരുന്നത് ഇതിനു മുമ്പിട്ട് നടന്ന യുദ്ധത്തിൽ അതായിരിക്കാം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതായിരിക്കാം. അത് ഏതാണെന്ന് അദ്ദേഹത്തിന് തന്നെ തിരിച്ചറിയാമോ എന്ന് സംശയമുണ്ട്. ഇത് നമുക്ക് മറ്റാരെയൊക്കെ ഉണ്ടെങ്കിലും ഉപയോഗിച്ച് ഇനി വരാൻ പോകുന്നതാണോ അല്ലയോ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? അല്ല, അത് സാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അറിഞ്ഞുകൊണ്ട് വലിയ പ്രയോജനമില്ല താൻ. കാരണം നടക്കാനുള്ളത് നടന്നു തന്നെ തീരണം. അത് നമുക്ക് മാറ്റാവുന്നതാണെങ്കിൽ പിന്നെ അതൊരു ഗസ് വർക്കേ ആകുന്നുള്ളൂ. അത് പ്രീകോഗ്നിഷൻ ആകുന്നില്ല. യഥാർത്ഥ പ്രീകോഗ്നിഷൻ നടന്നു തന്നെ തീരണം. അത് മാറ്റാൻ ശ്രമിച്ചാൽ ആ ശ്രമം തന്നെ നമ്മൾ അവിടെ കൊണ്ടെത്തിക്കും. അങ്ങനെയാണ് സാധാരണ കണ്ടുവരാറുള്ളത്.